ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 72 ശിഷ്യന്മാരും എറണാകുളവും. ഏറ്റവും പുരാതനമായ അനാഫ്രയിൽ വികൃതമാക്കുന്ന തെമ്മാടികളായ വൈദികര്, അവരെ പിന്തുണയ്ക്കുന്ന കുറച്ച് മെത്രാന്മാര്, അജ്ഞതയും അഹന്തയും അലങ്കാരമായി കൊണ്ട് നടക്കുന്നവര്. ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു തിരുവചന പാഠമാണ് ഇന്ന് നമ്മുടെ സുവിശേഷ വിഷയം. സീറോ മലബാർ വേദ പഞ്ചാംഗം ഉയർപ്പുകാലം 5-ാം ഞായർ. ലൂക്കാസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ച് താൻ പോകാനിരുന്ന ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരയക്കാൻ കൊയ്ത്തിന്റെ യജമാനനോട് അപേക്ഷിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങൾ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയുമരുത്. ഏത് വീട്ടിൽ ചെന്നാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ പറയുവിൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിലോ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും ആ വീട്ടിൽ തന്നെ പാർക്കുവിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ചുറ്റി നടക്കരുത്. ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അതിലെ രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുവുകളിൽ പോയി ഇങ്ങനെ പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ കുടഞ്ഞേച്ചു പോകുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിന് ആ പട്ടണത്തേക്കാൾ സഹനീയമായിരിക്കും. കർത്താവ് മുമ്പ് 12 പേരെ അയച്ചിട്ടുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 5 മുതൽ 15 വരെ, മർക്കോസ് 6-ാമത്തെ അധ്യായം 6 മുതൽ 13 വരെ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കർത്താവ് 70 പേരെ അയക്കുന്നു, അല്ലെങ്കിൽ 72 പേരെ. 2 തരത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളുണ്ട്. തുല്യ പ്രാചീന പൗരാണികതയുള്ള മാനുസ്ക്രിപ്റ്റുകളിൽ കുറെ എണ്ണത്തിൽ 70 എന്നാണ്, കുറെ എണ്ണത്തിൽ 72 എന്നാണ്. ഇതിലേതാണ് കൂടുതൽ മൗലികമെന്ന് നിശ്ചയിക്കാൻ പറ്റാത്ത വിധം ഈ കയ്യെഴുത്ത് പ്രതികളുടെ എണ്ണവും പ്രാചീനതയും പൗരാണികതയും തുല്യമാണ്. അതുകൊണ്ട് 70 എന്നിട്ടിട്ട് ബ്രാക്കറ്റിൽ 2, 72 എന്നാണ് സാധാരണ വേദശാസ്ത്രികൾ എഴുതുക. ഈ 2 സംഖ്യകൾക്കും 12 ആണെങ്കിലും 70, 72 ആണെങ്കിലും പ്രതീകാത്മക മൂല്യമുണ്ട്. പഴയ ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്യുന്ന സംഖ്യയാണ് 12. യാക്കോബിന്റെ 12 മക്കളിൽ നിന്ന് 12 ഗോത്രങ്ങൾ. ആ 12 ഗോത്രങ്ങളുടെ ഒരു സമുദായമായിരുന്നു ഇസ്രായേൽ രാജ്യം. അപ്പൊ 12 എന്ന് പറയുന്നത് 12 ഗോത്രങ്ങളുടെ ഒരു ഫെഡറൽ സിസ്റ്റമാണ്. അപ്പോൾ 12 എന്ന് പറയുന്നതൊക്കെ ഇസ്രായേലിന്റെ സംഖ്യയാണ്. പുതിയ നിയമത്തിലെ 12 സ്ലീഹന്മാരെ കർത്താവ് തെരഞ്ഞെടുക്കുന്നത് ഇസ്രായേലിനെ പുനരുദ്ധരിക്കുകയാണ്. പുതിയ ഇസ്രായേലിനെ പുനരുദ്ധരിക്കുകയാണ്. മോശയുടെ ഇസ്രായേൽ അല്ല, മറിച്ച് പുതിയൊരു ഇസ്രായേൽ. ഇതുപോലെ ബൈബിളില് 12 ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെ 70 അല്ലെങ്കിൽ 72 വിജാതീയരെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. ഈജിപ്തിലേക്ക് യാക്കോബിനെ അനുഗമിച്ചത് 70 പേരാണ്. അവരെല്ലാം യാക്കോബിന്റെ സന്താനങ്ങളായിരുന്നുവെന്ന് പുറപ്പാട് 1:5 എഴുതിയിട്ടുണ്ട്. ആ തിരുവചനത്തോട് അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യ മക്കളെ അവൻ വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു എന്ന തിരുവചനം കൂട്ടിച്ചേർക്കുക. നിയമാവർത്തനം 32:8. അത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കഴിയുമ്പോൾ ലോകത്തെ രാജ്യങ്ങളുടെ സംഖ്യയായി 70 ചിത്രീകരിക്കും. അപ്പോ യാക്കോബിന്റെ മക്കൾ 70 പേര്, യാക്കോബിന്റെ 12 മക്കള്, പിന്നെ അനുഗമിച്ച 70 പേര്. അപ്പൊ 12ന്റെ കൂടെ എപ്പോഴും 70 ഉണ്ട്. ഇസ്രായേലരുടെ കൂടെ വിജാതീയരുണ്ട്. അതാണ് അതിന്റെ ഒരു ബൈബിളിന്റെ ഒരു രീതിയാണ്, അവതരിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ ഈജിപ്തിലേക്ക് കുടിയേറി പാർത്ത സമയത്ത് യാക്കോബിന്റെ കുടുംബത്തിനുണ്ടായിരുന്ന 12 മക്കളെ കൂടാതെ, യാക്കോബിന്റെ 12 മക്കളെ കൂടാതെ 70 പേരുണ്ട്. 70 അംഗങ്ങൾ അല്ലെങ്കിൽ 72 അംഗങ്ങൾ. ഇസ്രായേലിന് മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന 12 മക്കളോടൊപ്പം ലോകത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന 70 പേര് നിൽക്കുന്നു. ഇതാണ് അതിന്റെ ബൈബിൾ അങ്ങനത്തെ ഒരു ഭാഷയാണ് ഉപയോഗിക്കുക. അതിനാല് ഈ 70 പേർക്കും യാക്കോബിന്റെ 12 മക്കളോടൊപ്പം, അതായത് ഇസ്രായേൽ ജനത്തോടൊപ്പം വിജാതീയർക്കും ഒരു ഈ ദൈവരാജ്യത്തിൽ ഒരു അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് ബൈബിൾ അവതരിപ്പിക്കുകയാണ്.
മാത്രമല്ല ലോകത്ത് 70 വിജാതീയ രാജ്യങ്ങളുണ്ട് എന്നാണ് യഹൂദ വിശ്വാസം. അത് കണക്കിലെ ഗണിതശാസ്ത്രത്തിലെ 70 അല്ല, അതൊരു സംഖ്യയാണ്. ഉൽപ്പത്തി 10-ാമത്തെ അധ്യായത്തിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ലോകത്ത് 70 വിജാതീയ രാജ്യങ്ങളുണ്ട്. 12 ഇസ്രായേലി ഗോത്രങ്ങളാണ് ലോകത്തുള്ളത്, 70 രാജ്യങ്ങളാണ് എന്നൊരു ഒരു സങ്കല്പം. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, കണക്കിലെ 70 ആണ്, കണക്കിലെ 12 ആണെന്നും കണക്കാക്കരുത്. ആ തരത്തിലല്ല ബൈബിളിന്റെ കണക്കല്ലല്ലോ ബൈബിൾ പഠിപ്പിക്കണേ. ഒരു സാംഘിക രൂപത്തിലൂടെ, പ്രതീകാത്മക മൂല്യത്തിലൂടെ ലോകത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ 12 എന്നത് ഇസ്രായേലിന്റെ സംഖ്യയാണെങ്കിൽ 70 അല്ലെങ്കിൽ 72 പുറജാതിക്കാരുടെ സംഖ്യയാണ്. 70 ശ്രേഷ്ഠന്മാരെയാണ് മോശ നിയമിച്ചത്. സംഖ്യയുടെ പുസ്തകം 11, 24, 25. മോശയും 70 ശ്രേഷ്ഠന്മാരും എന്നതിന്റെ മാതൃകയില് ജെറൂസലമിലെ സാൻഗഡ്രിൻ സംഘത്തില് യഹൂദ മതത്തിന്റെ സുപ്രീം കോടതി, മതകോടതി 70+1, അതായത് മോശയും 70 ന്യായാധിപന്മാരും, അങ്ങനെ 71 പേരായിരുന്നു. 71 ന്യായാധിപന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. നിക്കദമസ് അതിലത്തെ ഒരു ന്യായാധിപനായിരുന്നു. ഗമാലിയേൽ ഒരു ന്യായാധിപനായിരുന്നു. കൂടാര തിരുനാൾ ദിവസം 70 കാളകളെയാണ് യഹൂദര് ജെറൂസലം ദേവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്നത്. ഈ കൂടാര തിരുനാളിന്റെ അന്ന് 70 കാളകൾ, ഒരു രാജ്യത്തിന്, ഒരു വിജാതീയ രാജ്യത്തിന് ഒരു കാള, അവരുടെ പാപങ്ങൾ മാറ്റാൻ വേണ്ടി. 70 പുറജാതി രാജ്യങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി 70 കാളകൾ, അതാണ് സങ്കല്പം. അരിസ്റ്റയാസിന്റെ ലേഖനത്തില് ഈ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അതായത് ഗ്രീക്ക് ഭാഷയിലേക്ക് ഹീബ്രു ബൈബിൾ തർജ്ജമ ചെയ്തത് 70 പേർ ചേർന്നാണ്. അതുകൊണ്ട് സെപ്തജിന്ത് എന്നാണ് അതിന്റെ പേര് തന്നെ. 70 പേരുടേതെന്നാണ് അർത്ഥം. അത് 70 പേരും വെവ്വേറെ മുറികളിലിരുന്ന് തർജ്ജമ ചെയ്തുവെന്നും 70ഉം ഒരേപോലെ ഇരുന്നുവെന്നൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. അത് അത്ര അങ്ങോട്ട് മുഴുവൻ ശരിയാകണമെന്നില്ല. ഏതായാലും ഈ ഐതിഹ്യമാണത്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലാണ് ഈ 70 പേരും അല്ലെങ്കിൽ 72 പേര് ചേർന്ന് ഈ ബൈബിൾ തർജ്ജമ ചെയ്തെന്നുള്ളത് കാണിക്കുന്ന ഒരു ഐതിഹ്യമാണ്. പക്ഷെ ഓർക്കുക, ഈ സെപ്തജിന്താണ് ആദിമസഭയുടെ ബൈബിള്, നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ ബൈബിള്, പരിശുദ്ധ കന്യാമരത്തിന്റെ ബൈബിള്, പത്രോസിന്റെയും പൗലോസിന്റെയും തോമാസിന്റെയും ഒക്കെ ബൈബിള് ഈ സെപ്തജിന്താണ്. പുതിയ നിയമത്തില്, പഴയ നിയമത്തിലുള്ള ഉദ്ധരണികൾ മുഴുവൻ മിക്കവാറും എല്ലാം തന്നെ ഈ സെപ്തജിന്തിൽ നിന്നാണ്. ഇപ്പം യുവതി ഗർഭം ധരിച്ചതാണ് ഹീബ്രുവിൽ കിടക്കണേ. കന്യക ഗർഭം ധരിച്ചു എന്നാണ് മത്തായി എഴുതിയിരിക്കുന്നത്. മത്തായിക്ക് അത് എവിടെ നിന്ന് കിട്ടിയത്? സെപ്തജിന്തിൽ നിന്നാണ്. സെപ്തജിന്തിൽ കന്യകാന കിടക്കണേ, യുവതി എന്നല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഈ 70ഉമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. 70 പേർ ചേർന്നാണ് ഹീബ്രു മൗലിക ബൈബിള് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തത്. അത് 12x6 അല്ലേ, 12×6 72 ആയിരുന്നുവെന്നും ഒരു പാരമ്പര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, 70 ആണോ 72 ആണോ കർത്താവ് ശിഷ്യന്മാർ അയച്ചതെന്ന് നമുക്ക് കൃത്യം നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം മൗലികമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ രണ്ടും പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ വിശ്വാസം ലോകത്തിലെ മറ്റ് ജനതകൾക്ക് തുറക്കപ്പെടുന്നത് ഈ തർജ്ജമയോട് കൂടിയാണ്. സെപ്തജിന്ത്, അതായത് ഹീബ്രുവിലായിരുന്ന ബൈബിള് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോഴാണ് ഈ ഇസ്രായേലിലെ വിശ്വാസം ലോകത്തിലെ മറ്റ് ജനതകളിലേക്ക് തുറക്കപ്പെട്ടത്. സത്യാന്വേഷികളായ അനേകരെ ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പുരാതന കാലത്ത് ഈ സെപ്തജിന്ത് പരിഭാഷ വളരെ സഹായിച്ചിട്ടുണ്ട്. സെപ്തജിന്ത് പരിഭാഷ ഗ്രീക്ക് ലോകത്ത് വളരെ പ്രചരിച്ചിരുന്നത് കൊണ്ടാണ് പൗലോസിന് അവിടങ്ങളിലൊക്കെ പോയി മിശിഹായെ കുറിച്ച് പ്രസംഗിക്കാൻ കഴിഞ്ഞത്. ദൈവവുമായിട്ട് ഊഷ്മളമായ സ്നേഹബന്ധത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ ഗ്രീക്ക് തത്വദർശനത്തിലെ ഈ ഏകദൈവ വിശ്വാസത്തിന് കഴിഞ്ഞില്ല. ഏകദൈവ വിശ്വാസമൊക്കെ അവിടെ കുറേശ്ശെ ഗ്രീക്കിലുണ്ടായിരുന്നു. ഈ ദേവീദേവന്മാരും അനേക ദേവഗണങ്ങളൊന്നും ഇല്ല എന്നുള്ള ചിന്തയ്ക്ക് സോക്രട്ടീസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ ദൈവവുമായിട്ടൊരു ഊഷ്മള ബന്ധത്തിലേക്ക് വരാവുന്ന തരത്തിലായിരുന്നില്ല തത്വചിന്ത. ബൈബിളിലെ ദൈവം വൈയക്തിക ദൈവമാണ്, ഇല്ലേ? അവന് ഖേദിക്കുന്നു, ദേഷ്യം വരുന്നു. ഞാൻ അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളെന്ന് പറഞ്ഞ എന്താണ് അർത്ഥം എന്നൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ദൈവത്തിന്റെ കൈ, ദൈവത്തിന് വെളുത്ത മുടി, ദൈവത്തിന്റെ കരം, അല്ലെ വലത്തെ കരം, ഇടത്തെ കരം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ശക്തിയല്ല. ഇപ്പൊ പലപ്പോഴും പറയുന്നത് ദൈവം ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്തൊരു മണ്ടത്തരാണത്? ശക്തിയാണോ ശരിക്കും? അത് ആളല്ലേ? ദൈവം ഉണ്ടെങ്കിൽ ദൈവം ആളാണ്. അപ്പൊ ഈ ശക്തി, ഒരു പരാശക്തിയുണ്ട്. അവനെ നിങ്ങൾ ക്രിസ്തു എന്ന് വിളിച്ചോ, രാമെന്ന് വിളിച്ചോ, റഹീം എന്ന് വിളിച്ചോ, പക്ഷെ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞാൽ ആ വിശ്വാസം എന്ന് പറയുന്നത് വളരെ അപക്വമായ വിശ്വാസമാണ്. വ്യക്തിപരമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ദൈവം, ഒരാള്, അതാണ് ദൈവം. അതിലേക്ക് കൊണ്ടുവരാൻ ഈ ഗ്രീക്ക് തത്വചിന്തകൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ കഴിഞ്ഞില്ല. ഇതാണ് ഈ ഒരു ശക്തിയുണ്ട്, ഒരു പരാശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ അതൊരു പ്രത്യയശാസ്ത്രമാണ്, മതമല്ല. ഒരു പ്രത്യയശാസ്ത്രമാണ്. പ്രത്യയശാസ്ത്രത്തിന് വൈയക്തിക ബന്ധമുണ്ടാവില്ല, വ്യക്തിപരമായ ബന്ധം ഉണ്ടാകില്ല.
വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുന്നത് ബൈബിളിൽ ദൈവമാണ്. യാഹ്വേ, ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അതാണ് അതിന്റെ പോയിന്റ്. ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാണ്. എന്തൊരു ശക്തമായ വചനമാണത്. യാഹ്വേ എന്ന വാക്കിന്റെ ഏറ്റവും നല്ല പരിഭാഷ ഞാൻ പറയണേ. അയാം വാട്ട് അയാം എന്നാണ് നമ്മൾ പലപ്പോഴും പറയണേ. ഞാനാണ്. അങ്ങനെ ശബ്ദം ചെയ്താൽ പോരാ. ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ദൈവം നമ്മോട് പറയാ, ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാ. അത് ഏകസത്യ ദൈവം, സർവശക്തനായ ദൈവം അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവൻ തമ്മിൽ ഉണ്ടാകുന്ന ആ ബന്ധം ഉണ്ടല്ലോ, ആ ബന്ധം, സ്നേഹം ഇല്ലേ, ഊഷ്മളമായ ബന്ധം, ആ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത് ഈ വെളിപാടിന്റെ ദൈവ, ഗ്രീക്ക് തത്വചിന്തയിലെ ദൈവമല്ല. പക്ഷേ ഗ്രീക്ക് തത്വദർശനവും ഈ ദൈവിക വെളിപാടും തമ്മിൽ സമന്വയിപ്പിക്കുന്നതിൽ സെപ്തിയുന്റെ പരിഭാഷ, 70 പേർ ചേർന്ന് നടത്തിയ സെപ്തിയുന്റെ പരിഭാഷ വളരെയധികം സഹായിച്ചു. അതുകൊണ്ട് തന്നെ പൗലോസിനെ പോലെ ഗ്രീക്ക് തത്വജ്ഞാനവും ഹീബ്രു ബൈബിളും അറിയാവുന്ന ഒരാൾക്ക് ഈ ഗ്രീക്ക് ലോകത്ത് മുഴുവൻ, റോമൻ ലോകത്ത് മുഴുവൻ, ഗ്രേക്കോ റോമൻ ലോകത്ത് മുഴുവൻ പോയി പ്രസംഗിക്കാനും കർത്താവിലേക്ക് ആളുകളെ കൊണ്ടുവരാനും കഴിഞ്ഞു. അത് 70 പേർ ചേർന്ന് തയ്യാറാക്കിയ ഈ ഗ്രീക്ക് ബൈബിൾ മൂലമാണ്. ചുരുക്കത്തില് ഈ 70 എന്ന സംഖ്യ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആദിമസഭയിലും കർത്താവിനും. അതുകൊണ്ടാണ് 70 പേരെ കർത്താവ് അയക്കുന്നത്. 70 പേര് ചെറിയൊരു സംഖ്യയല്ല, വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്. ഇങ്ങനെ പുറജാതിക്കാരുടെ സംഖ്യയായിരുന്നു 70എങ്കിലും സിനഗോഗിലെ ആരാധനക്രമത്തിലാണ് അവർ പങ്കെടുത്തത്. അതായത് ഗ്രീക്ക് ഭാഷയിൽ അവര് ഗ്രീക്ക് സംസാരിക്കുന്നവരും പുറജാതിക്കാരുമായ ആളുകള് പൗലോസിന്റെയും മറ്റും ഈ പ്രസംഗത്തിലൂടെ മാനസാന്തരപ്പെട്ടപ്പോൾ യഹൂദരുടെ സിനഗോഗിലെ ആരാധനക്രമത്തിൽ പങ്കെടുത്തേ. അപ്പോൾ ഇസ്രായേലിന്റെ വിശ്വാസത്തിൽ ഒരു പങ്കുചേരുകയാണ്. ഇങ്ങനെയുള്ള ഇത്തരം കൂട്ടായ്മകളിലാണ് ആദിമ ക്രൈസ്തവരുടെ പ്രേക്ഷിത പ്രവൃത്തി ആദ്യമായി കാലെടുത്ത് വെച്ചതും അത് കാലുറപ്പിച്ചതും. അവിടെ നിന്നാണ് സുവിശേഷം പ്രചരിക്കാൻ തുടങ്ങിയത്. അവസാനം ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇസ്രായേലിന്റെ ദൈവത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് പൗലോസിന്റെ വീക്ഷണം. ഇതാണ് പൗലോസ് അവതരിപ്പിച്ചത്. അപ്പൊ ഈ 70, പക്ഷേ അതിന്റെ തുടക്കമിടുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. 70 പേർ അയച്ചുകൊണ്ട് ഈ യഹൂദന്മാർക്ക് മാത്രമല്ല, 12 പേർക്ക് മാത്രമല്ല, ഇസ്രായേലിയർക്ക് മാത്രമല്ല, പുറജാതിക്കാർക്കും എന്റെ സുവിശേഷം ഉണ്ട് എന്ന് സൂചന കൊടുത്തത് 70 പേരല്ലെങ്കിൽ 72 പേരെ അയച്ചുകൊണ്ടാണ്. ഈ 2 പേരെ അയച്ചെന്നാണ്. 70 പേരാണെങ്കിൽ 35 പേർ, 72 പേരാണെങ്കിൽ 36 പേർ. അങ്ങനെയാണ് കർത്താവ് അയച്ചത്. അവരെ അഡ്വാൻസ് ടീമായിട്ടാണ് അയച്ചത്. തനിക്ക് മുമ്പേ എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പോകാൻ, കർത്താവ് പോകാനിരുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇവരെ മുൻകൂട്ടി അയക്കുന്നത്. അപ്പൊ ഒരു അഡ്വാൻസ് ടീമാണ്, കർത്താവിന്റെ ഒരു അഡ്വാൻസ് ടീമാണ്. ഇതിന്റെയൊക്കെ വെളിച്ചത്തില്, ഇതാണ് പിന്നത്തെ സുവിശേഷ ഭാഗം. ഇതിന്റെ വെളിച്ചത്തില് നമുക്ക് കുറച്ചുകൂടി കർത്താവിന്റെ ശിഷ്യന്മാരെ കുറച്ചുകൂടി നമുക്കൊന്ന് അടുത്ത് കാണാം. ഈശോ മിശിഹായ്ക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു ശിഷ്യൻ യോഹന്നാൻ. പക്ഷെ അവനെ അല്ല, ഏറ്റവും അടുപ്പുണ്ടായിരുന്ന യോഹന്നാനെ അല്ല സഭയുടെ തലവനാക്കിയത്, പത്രോസിനെയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന പത്രോസിനെയാണ്. അപ്പോ സ്നേഹത്തിന്റെ ഒരു പരമാധികാരമുണ്ട്, അധികാരത്തിന്റെ പരമാധികാരമുണ്ട്. അപ്പോ അധികാരത്തിന്റെ പരമാധികാരത്തെയാണ് പത്രോസ് ഏൽപ്പിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ചോദ്യമുണ്ട്, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹത്തിന്റെ പരമാധികാരം ഇല്ലാത്തവനെ അധികാരത്തിന്റെ പരമാധികാരം കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ. അങ്ങനെയുള്ള സ്നേഹത്തിന്റെ പരമാധികാരത്തിന്റെ ആളാണ് യോഹന്നാൻ. പിന്നെ അധികാരം കൊടുത്തിരിക്കുന്ന ഒരു പദവിയുടെ പരമാധികാരത്തിന്റെ ഇത് കൊടുത്തിരിക്കുകയാണ് പത്രോസിന്. പക്ഷേ സ്നേഹത്തിന്റെ പരമാധികാരം ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നുള്ളൂ എന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോ പത്രോസിന്റെ കൂടെ ഈ യോഹന്നാനും യാക്കോബും, അങ്ങനെ 3 പേര്. അപ്പോ കർത്താവിന് ഒരു അടുത്ത ശിഷ്യൻ, പിന്നെ 3 പേര് ഇല്ലേ, 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അപ്പോ യോഹന്നാൻ ഈ 3 പേരിലുണ്ട്. പത്രോസ് നേതാവായിരിക്കുന്നത് ഈ 3 പേരുടെ മാത്രമല്ല, 12 പേരുടെയാണ്. പിന്നെ 70 പേരുടെയാണ്. അപ്പോൾ ഒരാള്, 3 ആള്, 12, 70 അല്ലെങ്കിൽ 72, പിന്നെ 500-ലധികം ശിഷ്യന്മാർ. ഇങ്ങനെയാണ് പോകുന്നത്. ഒരു സ്ലീഹായുടെ കീഴിൽ 12 സ്ലീഹന്മാര്, ഒരു സ്ലീഹയുടെ കീഴിൽ 6 പേരെന്നാണ്. അപ്പോൾ 12 × 6 72. അതാണ് 72ന്റെ കണക്ക് വരുന്നത്. പക്ഷെ ചിലയിടത്തെല്ലാം 70 കാണുന്നുള്ളൂ താനും. 70ന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മോശയും 70 ന്യായാധിപന്മാരും പിന്നെ 70 രാജ്യങ്ങളാണ് ലോകത്തുള്ളതെന്ന് കണക്കാക്കി. യാക്കോബിന്റെ കൂടെ 70 പേരാണ് ഈജിപ്തിലേക്ക് പോയത്. അപ്പോൾ 12 മക്കളും പിന്നെ ബാക്കിയുള്ളവർ. അപ്പൊ ഇതിങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. 70 എന്നോ അല്ലെങ്കിൽ ഓരോ സ്ലീഹയുടെ കീഴിലും 12 സ്ലീഹന്മാരുടെ കീഴിൽ 6 പേര് വീതം 72 എന്നോ, ഇത് രണ്ടിനും തുല്യമായി പ്രാധാന്യം കൊടുത്തിട്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഈ 70 പേര് ആരൊക്കെയായിരുന്നു നമുക്കറിയോ? പേരുകള് ക്രിസ്തുവർഷം 165 മുതൽ 235 വരെ ജീവിച്ചിരുന്ന ഒരാളാണ് റോമായിലെ ഹിപ്പോളിറ്റസ്.
ക്രിസ്തുവർഷം 165 235 കാലയളവിൽ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രേഖയുണ്ട്. ആ ഈ 325 നിക്ക സൂനോദോസ് വരെയുള്ള പിതാക്കന്മാരെ കുറിച്ചുള്ള ഒരു രേഖയിൽ ഹിപ്പോളിറ്റസിന്റെ പേരിൽ ഒരു രേഖയുണ്ട്. അതില് ഈ 70 ശിഷ്യന്മാരുടെ പേരുകളുണ്ട്. 70 ശിഷ്യന്മാരുടെ പേരുകൾ. ഇരണേവസിന്റെ പേരിൽ ഒരു രേഖയുണ്ട്, അതിലും പേരുകളുണ്ട്. അതില് ഇപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പേരുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പത്രോസിന് ശേഷം ആരായിരുന്നു മാർപ്പാപ്പയായിരുന്നേ റോമില്? പത്രോസിന് ശേഷം 68 മുതൽ 80 വരെ ലീനൂസ് രണ്ടാമത്തെ മാർപ്പാപ്പ. പത്രോസിന് ശേഷം രണ്ടാമത്തെ മാർപ്പാപ്പ ലീനൂസ്. ആ ലീനൂസ് ഈ 70 പേരിൽ ഒരാളായിരുന്നു. അപ്പൊ ഈ ഹിപ്പോളിറ്റസിന്റെ പേരിലുള്ള ഈ പട്ടികയില് 4ാമത്തെ പേര് തദ്ദേവുസ് എന്നാണ്. തദ്ദേവുസ് ആരാണ്? തദ്ദേവുസ് എന്നറിയോ? തദ്ദേവുസ് ലത്തീനില് റോമിൽ എഴുതിയിരിക്കുന്ന രേഖയില് തദ്ദേവുസ്, സുറിയാനിയില് അദ്ദായി, എദേസായിൽ അദ്ദായി. ആരാ അദ്ദായി എന്നറിയില്ലേ? നമ്മൾ ദിവസം ചൊല്ലുന്ന കുർബാനയില്ലേ, ആ കുർബാന തയ്യാറാക്കിയ ആള് അദ്ദായി. അറബികളുടെ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന അബ്ഗാർ 5ാമന്റെ അടുക്കലേക്ക് ദൂതുമായി പോയത് ഈ അദ്ദായിയാണ്. തദ്ദേവുസ് റോമൻ പേരാണ്. ആ തദ്ദേവുസ്, യൂത തദ്ദേവുസ് എന്നൊക്കെ പറയല്ലോ, അതിന്റെ സുറിയാനി ഈ തത്സമമാണ് അദ്ദായി. ഈ അദ്ദായി അറബികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അബ്ഗാർ 5ാമന്റെ അടുക്കൽ ദൂതുമായി പോകുന്നുണ്ട്. ഉക്കാമ എന്നാണ് ആ രാജസ്ഥാനത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ രാജസ്ഥാനത്തിന്റെ പേര് ഉക്കാമ എന്നാണ്. എദയസായി ആയിരുന്നു അറബി രാജ്യത്തിന്റെ തലസ്ഥാനം. അവിടെ ദൂതുമായി പോയ, സുവിശേഷവുമായി പോയ അദ്ദായിയെ എദേസായിൽ അദ്ദായി എന്നാണ് വിളിക്കുന്നത്. എദേസായിൽ അദ്ദായി. ആ മാറി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. മാറിയുടെ നടപടികൾ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഖുറാൻ എന്ന് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ വെളിപാടെന്ന് പറഞ്ഞ് മുസ്ലിം സഹോദരന്മാർ നടക്കുന്ന ഖുറാൻ, അത് എഴുതപ്പെടുന്നതിന് മുമ്പുള്ള ഒരു രേഖയാണ് ഈ മാറിയുടെ നടപടികൾ. അതിനകത്ത് മെസപ്പൊട്ടോമിയ, പേർഷ്യൻ സാമ്രാജ്യം തുടങ്ങിയ സ്ഥലങ്ങളില് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി അദ്ദായി ചുമതലപ്പെടുത്തിയ ആളാണ് മാറി. ദ ഡോക്ടറിൻ ഓഫ് അദ്ദായി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗ്രന്ഥമുണ്ട്, ദ ഡോക്ടറിൻ ഓഫ് അദ്ദായി. അതിനകത്ത് അദ്ദായി പരിശീലനം കൊടുത്ത വേറെ 2 പേരുടെ പേര് പറയുന്നുണ്ട്, അഗ്ഗായി, പാലൂത്ത്. ഇതൊക്കെ തോമായുടെ സിംഹാസനം എന്ന പറഞ്ഞ പുസ്തകത്തിനകത്ത് ഞാൻ തോമായുടെ ഈ പിൻഗാമികൾ ആരാണെന്നൊക്കെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ രേഖകളാണ്. എന്തുമാത്രം ഇവ ചരിത്രപരം വിശ്വസിക്കാം എന്ന കാര്യത്തിലൊക്കെ തർക്കമുണ്ട്. പക്ഷേ ഈ രേഖ പറയുന്ന 2ാമത്തെ ആള് ലീനുസ് ആണ് റോമിലെ മെത്രാൻ എന്ന്, റോമിലെ മാർപ്പാപ്പ എന്ന് ലത്തീൻ സഭയും കത്തോലിക്കരൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ അദ്ദായിയെ കുറിച്ച് പറയുന്നതും വിശ്വസിച്ചോടെ. പത്രോസിന് പിൻഗാമിയായിട്ട് വന്ന 2ാമത്തെ മാർപ്പാപ്പ ലീനുസ് ആണെന്ന് ഈ രേഖ അനുസരിച്ച് നമ്മൾ പറയണേ. അതാണ് കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നെങ്കിൽ ഈ രേഖ തന്നെ അദ്ദായിയെ കുറിച്ചും മാറിയെക്കുറിച്ചും പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ എന്താ പ്രയാസം? ഇത് വിശ്വസിക്കാതെ അദ്ദായി മാറി എന്നുള്ളതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നടക്കുകയാണ്. നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാറിൽ പെട്ട കുറെ വൈദികരും അവരെ പിന്താങ്ങുന്ന കുറച്ച് മെത്രാന്മാരും. നമ്മൾ അവരെന്താ ചെയ്യേണ്ടത്? അദ്ദായിമാർ സ്ലീഹന്മാരുടെ പേരുള്ള അനാഫ്രയെ കുറിച്ച് 2001 ജൂലൈ മാസം 20-ാം തീയതി വത്തിക്കാനിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ഈ ഇറാഖിലെ അസീറിയൻ പൗരസ്ത്യ അസീറിയൻ സഭയും, അത് കത്തോലിക്ക സഭയായിട്ട് മുഴുവൻ ഐക്യത്തിലല്ല എങ്കിലും ആ കത്തോലിക്ക സഭയും തമ്മിൽ നീണ്ട വർഷത്തെ ഡയലോഗുകളുടെ വെളിച്ചത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്, വത്തിക്കാൻ ഇറക്കിയ പ്രഖ്യാപനമാണ്. ആ ഡയലോഗിന്റെ തലവനായിരുന്നത്, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് ജോസഫ് റാറ്റ്സിംഗർ, പിന്നീട് ബെനഡിക്ട് 16 മാർപ്പാപ്പയായ ആളാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിലെ ഒരു 2-3 വാക്കുകൾ ഞാൻ വായിക്കുക. ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിന്റെ മലയാളം പറയാം. അല്ലെങ്കിൽ മാണിപ്പറച്ച് ഉണ്ടാക്കി പറഞ്ഞതാണെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കാൻ സാധ്യതയുണ്ടല്ലോ. നിങ്ങൾക്ക് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യുന്ന ഓർക്കാം. 2001 ജൂലൈ 20 വാറ്റിക്കൻ ഡിക്ലറേഷൻ ഓൺ അദ്ദായി മാറി അനാഫറ എന്ന് കൊടുത്ത് നിങ്ങൾ ഗൂഗിളിൽ കൊടുത്താൽ ഈ ഞാൻ പറയുന്ന സംഗതികൾ അപ്പാടെ നിങ്ങൾക്ക് കിട്ടും. The anaphora of Addai and Mari is notable because from time immemorial it has been used without a recitation of the institution narrative. The anaphora of Addai and Mari is one of the most ancient anaphoras dating back to the time of the very early church. It was composed and used with the clear intention of celebrating the Eucharist in full continuity with the Last Supper and according to the intention of the Church. Its validity was never officially contested, neither in the Christian East nor in the Christian West. The words of the Eucharistic institution
are indeed present in the anaphora of Addai and Mari, not in a coherent narrative way and ad litteram, but rather in a dispersed evangelical way that is integrated in successive prayers of thanksgiving, praise and intercession. അദ്ദായി മാറി അനാഫറ എടുത്ത് പറയത്തക്ക വിധം പ്രാമുഖ്യമുള്ളതാണ്. എന്തെന്നാൽ ഓർമ്മയിലെത്താത്തത്ര പുരാതന കാലം മുതലേ സ്ഥാപനവാക്യങ്ങൾ ഉരുവിടാതെയാണ് അത് സഭയിൽ ഉപയോഗിച്ചിരുന്നത്. തിരുസഭയിൽ ഏറ്റവും പുരാതനമായ അനാഫറകളിൽ ഒന്നാണ് അദ്ദായി മാറി സ്ലീഹന്മാരുടെ കൂദാശക്രമം. ആദിമസഭയുടെ കാലം മുതലേ നിലനിൽക്കുന്നതാണത്. അന്ത്യത്താഴ്ത്തന്റെ തുടർച്ചയിലും സഭയുടെ ഉദ്ദേശവും അനുസരിച്ചും വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള വ്യക്തമായ നിയോഗത്തോടെ രൂപം കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത അനാഫറയാണത്. അതിന്റെ സാധുത ഒരു കാലത്തും ഔദ്യോഗികമായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. പൗരസ്ത്യ ക്രിസ്ത്യാനികളോ പാശ്ചാത്യ ക്രിസ്ത്യാനികളോ അതിന്റെ വാലിഡിറ്റി ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞ വാചകം, അതായത് ഇത് എന്റെ ശരീരം ആകുന്നു, ഇത് എന്റെ രക്തമാകുന്നു എന്നുള്ള വിവരണമായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും ഈ അനാഫറയിൽ മുഴുവൻ അവിടെ ഇവിടെയെല്ലാം പകർന്നു കിടക്കുകയാണ് ഈ സ്ഥാപനവാക്യങ്ങൾ എന്നാണ് ഇതിന്റെ അവസാനത്തെ ഭാഗം. ഞാൻ തർജ്ജമ ചെയ്തില്ല. തോമസ് ലീഹായുടെ പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അതെന്തുകൊണ്ടാണെന്ന് തോമായുടെ സിംഹാസനം എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കും. ഞാൻ എഴുതിയത് കൊണ്ടല്ല, നിങ്ങളത് വായിച്ചാൽ മാർത്തോമാ നസ്രാണികൾ എല്ലാവരുടെ കയ്യിൽ ആ പുസ്തകം ഉണ്ടാകണം. അത്രയും ഞാൻ എഴുതിക്കൊണ്ട് പറയല്ല, അത്രയും വിലപ്പെട്ടൊരു പുസ്തകമാണ്. തോമാസ് ലീഗയുടെ പാരമ്പര്യം എന്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതിന് കൃത്യമായി തെളിവുകൾ സഹിതം ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ, അതായത് തോമാസ് ലീഗയുടെ വിശുദ്ധ പാരമ്പര്യം സൂക്ഷിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തില് സ്ഥാപനവാക്യങ്ങളുണ്ടോ? ഇല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നതും മറ്റു കൂദാശകളെ കുറിച്ചും പഠിപ്പിച്ചിരിക്കുന്ന ആരാ? യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായമാണ് ജീവന്റെ വചനം. ആദ്യ ഭാഗം വചന ശുശ്രൂഷയും 2-ാമത്തെ ഭാഗം അനാഫറയുമായിട്ട് കൊടുത്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. അതിന് സ്ഥാപനവാക്യങ്ങളില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുക, എന്റെ രക്തം കുടിക്കുക. അതിങ്ങനെ പരന്നു കിടക്കാണ്. അതുപോലെയാണ് ഈ അദ്ദായി മാറി അനാഫറ. അദ്ദായി മാറി അനാഫറ അങ്ങനെയാണ്. അതിനകത്ത് സ്ഥാപനവാക്യങ്ങൾ ഇല്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പുണ്ട്, അത് പിന്നീട് ചേർത്തതാണ്. ഒറിജിനൽ കാര്യം ഞാൻ പറയണേ. 4-ാം നൂറ്റാണ്ട് മുതലുള്ള അനാഫറകളിലാണ് സ്ഥാപനവാക്യങ്ങളുള്ളൂ. അന്ത്യത്താഴത്തിന്റെ തുടർച്ചയിൽ അർപ്പിക്കപ്പെട്ട അന്നത്തെ കുർബാനകളിൽ ഒന്നും തന്നെ സ്ഥാപനവാക്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡിഡാഹെ എന്ന് പറയുന്ന AD 100 എഴുതപ്പെട്ടതാണ് ഡിഡാഹെ. അതിനകത്ത് സ്ഥാപനവാക്യങ്ങളില്ല, ലിറ്റർജി ഉണ്ട്. ഇപ്പോ ഇറാഖില് നമ്മുടെ ഇരിങ്ങാലക്കുട CMC സിസ്റ്റേഴ്സ്, കർമ്മലിത്ത സിസ്റ്റേഴ്സ്, അവരുടെ മിഷൻ പ്രവർത്തനമുണ്ട് ഇറാഖില്. അവിടെയുള്ളൊരു അച്ഛൻ, 92 വയസ്സുള്ള ഒരു അച്ഛനാണ്, അറബി ക്രിസ്ത്യാനി. അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോൾ 92 വയസ്സാണ്, റിട്ടയർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റേഴ്സിന്റെ ആ കോൺവെന്റിൽ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം ഈ നമ്മൾ പറയുന്ന സ്ഥാപനവാക്യങ്ങളുണ്ടല്ലോ, അപ്പമെടുത്ത് സ്വർഗത്തിൽ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് അപ്പൊ തന്നെ അദ്ദേഹം വിഭജിക്കും. വിഭജിച്ച് പറയുമ്പോൾ അപ്പം വിഭജിക്കും. അപ്പൊ ഈ സിസ്റ്റേഴ്സിന് ആദ്യം അത്ഭുതം ഇതെന്തെങ്ങനെയാണ്. അപ്പൊ അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് സ്ഥാപനവാക്യങ്ങള് കൂദാശവാക്യങ്ങളായിട്ടല്ല കണക്കാക്കിയിരുന്നേ, ദിവ്യകാരണം സ്വീകരിക്കുന്ന തൊട്ട് മുമ്പാണ്. അപ്പോൾ ഇത് എന്റെ ശരീരം, ആ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ദിവ്യകാരണം കൊടുക്കാൻ വേണ്ടി വിഭജിക്കുകയാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ വിഭജിക്കുകയാണ്. 92 വയസ്സുള്ള അച്ഛനാണ്. ഈ കത്തോലിക്ക കൽദായ സഭയിൽപ്പെട്ട അച്ഛനാണ്. അച്ഛൻ വിഭജിച്ചെന്ന് പറയുമ്പോൾ വിഭജിക്കുകയാണ്. കാരണം പണ്ട് സ്ഥാപനവാക്യങ്ങൾ കൂദാശവാക്യങ്ങളായിട്ടല്ല കൊടുത്തിരുന്നേ. പഴയ ലിറ്റർജികളില് ദിവ്യകാരണ സ്വീകരണത്തിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയായിട്ടാണ്. പിന്നീടാണ് അതിന് വലിയ പ്രാമുഖ്യം വരികയും അപ്പോഴാണ് കൂദാശയാകുന്നതെന്നൊരു സങ്കല്പം വരികയും. എന്നാൽ പൗരസ്ത്യ സങ്കല്പം അതല്ല. പൗരസ്ത്യ സങ്കല്പം അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ വരവാണ് കൂദാശയാക്കുന്നത്. ഒരു നിമിഷമല്ല, ഈ അനാഫറ മൊത്തത്തിലാണ്. അതുകൊണ്ട് ഒരു നിമിഷത്തിൽ സംഭവിക്കല്ല, ഏതൊരു നിമിഷമാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അത് കർത്താവ് ചെയ്യുന്നതാണ്. ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴാണോ, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണോ, ഏത് പാട്ട് പാടുമ്പോഴാണോ, അത് കർത്താവ് നിശ്ചയിക്കണേ. കർത്താവ് പറഞ്ഞത് കർത്താവിന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. കർത്താവിന്റെ രക്ഷാ രഹസ്യം, അതായത് പെസഹ രഹസ്യം, ക്രിസ്തു സംഭവം ഓർമ്മയ്ക്കായി ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്, അല്ലാണ്ട് അന്ത്യത്തോളം ഓർക്കാനല്ല. അപ്പോൾ അത് നമ്മൾ ഓർക്കുമ്പോൾ അവന്റെ പരിശുദ്ധാത്മാൻ അയക്കുമെന്നും അവന്റെ ശരീരമാക്കി മാറ്റുമെന്നും വാക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. എപ്പോഴാണ് അവൻ വന്ന് മാറ്റുന്നതെന്ന് അവനെ അറിയൂ, നമുക്ക് ആർക്കും അറിയില്ല.
പരിശുദ്ധാത്മാവ് വരുമ്പോഴാണോ, ഈ സ്ഥാപനവാക്യങ്ങൾ പറയുമ്പോഴാണോ, മറ്റു പ്രാർത്ഥന ചൊല്ലുമ്പോഴാണോ? അത് കർത്താവ് നിശ്ചയിക്കണേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യാനാണ്, ബാക്കി കാര്യങ്ങൾ അവൻ ചെയ്യും. നമ്മുടെ പ്രവൃത്തിയല്ലല്ലോ, അച്ഛന്റെ പ്രവൃത്തിയല്ലല്ലോ, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് കൂദാശ. ആ വാക്കിന് അർത്ഥമാണ് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്ഥാപനവാക്യങ്ങൾ കൂദാശവാക്യങ്ങളായിട്ടല്ല ഈ അച്ഛൻ കരുതുന്നത്, ദിവികാരണത്തിന് ഒരുക്കമായിട്ടുള്ള വാക്യങ്ങളായിട്ടാണ്. 92 വയസ്സുള്ള കൽദായ കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹം അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് എന്ന് പറയുമ്പോൾ വിഭജിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നത് ഇത് ദിവികാരണത്തിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയായിട്ടാണ്, കൂദാശ വചനമായിട്ടല്ല. കൂദാശയാക്കുന്നത് ഗൃഹാന്ത പ്രാർത്ഥനകളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണേ. അതായത് ഗൃഹാന്ത പ്രാർത്ഥന, 4 ഗൃഹാന്ത പ്രാർത്ഥന ചേരുന്നതാണ്. നമുക്ക് അതിന്റെ നമുക്ക് പോകേണ്ട കാര്യമില്ല, വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ചുരുക്കം ഇതാണ്. ഈ ഇങ്ങനെയുള്ള, അതായത് തോമാസ് ലീഹ 12 സ്ലീഹന്മാര്, അവരുടെ കീഴിൽ 6 പേര് വീതം. അങ്ങനെ തോമാസ് ലീഹയുടെ കീഴിലുള്ള ഒരു, പത്രോസിന്റെ കീഴിലുണ്ടായിരുന്ന ആളാണ് ലീനുസ് എന്നതുപോലെ തോമാസിന്റെ കീഴിലുള്ള ആളാണ് അദ്ദായി. ആ അദ്ദായിയുടെ ശിഷ്യനാണ് അഗ്ഗായി, പിന്നെ മാറിയൊക്കെ. അവര് രൂപം കൊടുത്ത, അല്ലെങ്കിൽ അവരുടെ പേരിൽ രൂപം കൊടുക്കപ്പെട്ട ഒന്നാം നൂറ്റാണ്ടിൽ ഡിഡാക്കയുടെ ഒപ്പം പാരമ്പര്യമുള്ള ആ അനാഫറ 2 സഭകൾ ചൊല്ലുന്നുള്ളൂ. ഇറാഖിലെ കൽദായ കത്തോലിക്ക സഭയും പിന്നെ സീറോ മലബാർ സഭയും. ഇത്രയും പൗരാണികതയുള്ള പ്രാചീനമായിട്ടുള്ള ഒരു അനാഫറ കത്തോലിക്ക സഭയിലില്ല. കത്തോലിക്ക സഭ തോമാസ് ലീഗയുടെ നേരിട്ടുള്ള ശിഷ്യൻ അദ്ദായി, അദ്ദേഹത്തിന്റെ ശിഷ്യൻ മാറി, അദ്ദേഹത്തിന്റെ ശിഷ്യൻ അഗ്ഗായി, പാലൂത്ത്, ഇവരിൽ നിന്ന് കിട്ടിയ അനാഫറയാണ് കേരളത്തിൽ സീറോ മലബാർ സഭ ഉപയോഗിക്കുന്നത്. പിന്നെ അസീറിയൻ സഭയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസീറിയൻ സഭയും ഇറാഖിൽ തന്നെ പൗരസ്ത്യ അസീറിയൻ സഭ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും പ്രാചീനമായ പുരാതനമായ നിധിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തെമ്മാടികളായ കുറച്ച് വൈദികരുടെ പിടിവാശി മൂലം വികൃതമായിരിക്കുന്നത്. ആ വൈരൂപ്യത്തിന് കൂട്ടുനിൽക്കാനായിട്ട് അജ്ഞതയും അഹന്തയും അലങ്കാരമായി കൊണ്ട് നടക്കുന്ന കുറച്ച് മെത്രാന്മാര്, അജ്ഞതയും അഹന്തയും അലങ്കാരമായി കൊണ്ട് നടക്കുന്നവരെയാണ്, അവരെ മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, മറ്റാരെയുമല്ല. ഇത്രയും പ്രാചീനമായ പ്രധാനപ്പെട്ടതായ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രാചീനമായ അനാഫറ, അത് നമ്മൾ ഉപയോഗിക്കുന്ന അനാഫറ, സീറോ മലബാർ സഭയില് അത്രയും പ്രാചീനമായ അനാഫറയെ ഇതുപോലെ വികൃതമാക്കാനായിട്ട് നടക്കുന്ന തെമ്മാടികളായ വൈദ്യരെ നിയന്ത്രിക്കാൻ പറ്റാത്ത മെത്രാന്മാര് രാജിവെച്ച് പോണം. ഈ സഭയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ രാജിവെച്ച് പോണം. അതാണ് ഇന്ന് ഈ 70 ശിഷ്യന്മാരുടെ കർത്താവ് അയക്കുന്ന സന്ദേശത്തിൽ സീറോ മലബാർ സഭയ്ക്ക് കർത്താവ് നൽകുന്ന, തിരുവചനത്തിൽ നൽകുന്ന സന്ദേശം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.